അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഘടകം ഏതാണ്? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിന്റെ ഈ തള്ളും നിന്റെ യഥാർത്ഥ അവസ്ഥ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പറയൂ മാരാറെ, പറയൂ, ആ യഥാർത്ഥ കാര്യങ്ങൾ പറയൂ. നിനക്ക് റൂട്ടറുമായിട്ടുള്ള കോൺട്രാക്ട്, റൂട്ടറായിട്ടുള്ള കോൺട്രാക്ട് പറ. ആ റൂട്ടറായിട്ടുള്ള കോൺട്രാക്ട് നീ അടുത്ത വിഷയത്തിലേക്ക് പോലെ ഒരു വിഷയത്തിൽ നിൽക്ക്. നീ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കലാക്കില്ലേ? ഒരു വാക്ക് പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, റൂട്ടറിന്റെ കോൺട്രാക്ട് പറയൂ. ഞാൻ പറഞ്ഞത് നിനക്ക് നീ കിട്ടുന്ന സ്ട്രീമിംഗ് ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നീയാണ് എന്റെ കണ്ടന്റ് എന്ന്. നീയല്ല, ഞാനാണ് നിന്റെ കണ്ടന്റ്. അതുകൊണ്ടാണ് നീ എടാ ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെ എന്റെ കണ്ടന്റ് ആവുക? നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ. നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഞാനല്ലടാ നിന്റെ കണ്ടന്റ്. ഇനി എന്റെ പേര് വെച്ചിട്ടല്ല അടുത്ത ഒരാഴ്ച നീ റീച്ച് ഉണ്ടാക്കാൻ പോന്നെ. അടുത്ത ഒരാഴ്ച എന്റെ പേര് പറഞ്ഞിട്ടുള്ള വീഡിയോസിനല്ലടാ നീ അരി വാങ്ങാൻ പോന്നെ. നിന്റെ വീട്ടിലേക്കുള്ള അരി വാങ്ങാൻ പോകുന്ന അടുത്ത ഒരാഴ്ച എന്റെ പേര് വെച്ചിട്ടല്ലടാ. അല്ലേ അതന്നെല്ലാം നടക്കാൻ പോകുന്നത്. അഖിലെ, നാളെ നീ ഒരു വീഡിയോ ഇടും, മറ്റന്നാളെ നീ ഒരു വീഡിയോ ഇടും, അതിന്റെ അപ്പുറത്തെ ദിവസം നീ ഒരു വീഡിയോ ഇടും, അല്ലേ? മോനെ ഒരു മിനിറ്റ്, നീ എന്റെ ഒരു മാറ്ററേ അല്ല. നീ ഇവിടുത്തെ ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ സംസാരിക്കാൻ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് വലിയ വലിയ വിഷയം? അവസാനം സംസാരിച്ച വലിയ വലിയ വിഷയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞേ, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കിടന്ന് എന്തോ കാണിച്ച് ജീവിക്കുന്ന നീ ഒന്നും കേരള പൊതുസമൂഹമായിട്ട് എടാ നീയും ഞാനല്ലോ ഒരേ യൂണിവേഴ്സ് തന്നെയാടാ. നീ എന്തോ വലിയ ഏലിയനാന്ന് വിചാരിക്കുന്നുണ്ടാ നീ? നീ ഒരു നോർമൽ കാർണവർ മൈൻഡുള്ള ഒരു നോർമൽ ഇൻഫ്ലുവൻസർ, അത്രേ ഉള്ളൂ. നീ അത്ര വലിയ ഡിഫറന്റ് ഒന്നും അല്ലാകില്ലേ? നീ ഒരു നോർമൽ, നീയും ഞാനും ഒരേ യൂണിവേഴ്സാ. പിന്നെ എന്താണ് നിന്റെ ആ ഹൈ ഡിമെൻഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മളില്ലാത്ത ആ യൂണിവേഴ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഓക്കെ, നമുക്ക് അറിവും ബോധവും ഇല്ല. ശരി അഖിൽ മാരാറിന് അറിവും ബോധവും ഉണ്ട്. നിന്റെ ഒരു പേഴ്സണൽ വിഷയത്തിൽ നീ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നു, എടുത്തിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാന്നുള്ള എന്റെ മര്യാദ ആയതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി 11:30 നിന്റെ കണ്ടന്റിന്റെ ഭാഗമാകാൻ. എന്റെ അഖിലെ അത്ര മര്യാദ ഉണ്ടെങ്കിൽ ആദ്യം നീ കോൾ എടുക്കുമായിരുന്നു. ആദ്യം നീ ഒന്ന് ആലോചിച്ച് ഇവന്റെ കോൾ എടുക്കണോ? എന്റെ രണ്ടാമത് ലൈവ് തുറന്ന് നോക്കിയിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ പേടിച്ചെന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന് കണ്ടോണ്ട് ആ ചാറ്റിലുള്ള മെസ്സേജ് കണ്ടിട്ടാണ് നീ കോൾ എടുക്കുന്നത്. ആണോ? രാത്രി കിടന്നുറങ്ങും 11:30 കിടന്നുറങ്ങുന്ന ഞാൻ ഈ ഫോൺ ആരാ നോക്കിയില്ല. ഞാൻ ലക്ഷ്മിയോട് എന്റെ വൈഫിനോട് സൈലന്റ് ആക്കിയേക്കാൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു നീ ഏതൊക്കെയോ വിഷയത്തിലേക്ക് പോയല്ലോ. നിന്റെ ഭാര്യയും നിന്റെ അമ്മായി അച്ഛനും അതെല്ലാം വേറെ വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ് പണം വാങ്ങി നീ അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തന്നെയാണ് ജിൻഡോയെ കൂട്ട് പിടിച്ചതെന്ന് ജിൻഡോയുടെ PR ചെയ്ത വിനുവാണ് എന്നോട് പറഞ്ഞത്. വിനു പറഞ്ഞെന്നുള്ളതാണോ ഒരു തെളിവ്? ഞാൻ പറയുന്നു മജീദ് പറഞ്ഞു അഖിൽ മാരാറ് അനുമോളുടെ PR പൈസ വാങ്ങി. അപ്പൊ ഇതെനിക്ക് പറയാലോ. ഈടെ കള്ളത്തരം നീയല്ലടാ പച്ച കള്ളം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പച്ച കള്ളം പറഞ്ഞത് നീയല്ലടാ. നീ ഇപ്പൊ എന്തൊക്കെ കളവ് ഇത്ര സമയത്തിനിടയിൽ നീ എന്തൊക്കെ കളവ് പറഞ്ഞു? ഞാൻ ക്രിപ്റ്റോ കാണിച്ച ആൾക്കാരെ ഉടായ്പ കാണിച്ചു എന്ന് പറഞ്ഞു. അതിനെന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? അതിനെന്ത് തെളിവാണ്? നീയല്ലേ കളവ് പറയുന്നത്? അനീഷിന് ഞാൻ വോട്ട് ചോദിക്കും. കാരണം അനീഷിന് എനിക്ക് ഇഷ്ടമാ. ഒരു പ്രശ്നമില്ല. ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. അതെ. കഴിഞ്ഞ തവണ ജിൻഡോയ്ക്ക് വോട്ട് ചോദിച്ചതോ ഇഷ്ടം കൊണ്ട് തന്നെയല്ലേ? അത് ഇഷ്ടം കൊണ്ടല്ല. എന്റെ കൂടെ അച്ചായ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളുടെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ് ഈ ജിൻഡോ എന്ന് പറഞ്ഞ ആള്. അപ്പൊ അച്ചായനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ വോട്ട് ചോദിച്ചത്. മനസ്സിലായോ? അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഒളിച്ചു നിന്ന് ചെയ്യുന്ന കാര്യം. ഇതെല്ലാം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ്, എല്ലാം ലൈവില് അത്രയും വെട്ടി തുറന്ന് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ നിന്നെ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നാളത്തേക്കുള്ള വീഡിയോന്റെ ഇന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിറ്റേ ദിവസം വന്ന് പറയുന്നതല്ല മാരാറ. മനസ്സിലായോ? നീ ചർച്ച ചെയ്തോ ആയിക്കോട്ടെ. അതിന് ഞാൻ എന്ത് ചെയ്യണം? എന്നാ നീ ഒരു തെളിവ് കാണിക്കണം. നീ പറഞ്ഞ 3-4 ആരോപണങ്ങൾ നീ ഇപ്പൊ പറഞ്ഞു. ഏത് വിഷയം സംസാരിക്കണ്ടേ? പറ. ഞാൻ ശ്രമിക്കാം. ഞാൻ നിന്റെ അത്ര വാക്ചാരിത്വം എനിക്കില്ലെങ്കിലും ഞാൻ ശ്രമിക്കാം. ഏതെങ്കിലും ഒരു വിഷയം നീ പറ. റഷ്യൻ വിപ്ലവം? അഖിലേട്ടാ, റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ശരിയാണ്, നിങ്ങൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവ് കൂടുതലാണ്. ശരിയാണ്. ഓക്കെ, ശരി. അല്ല ഐ റെസ്പെക്ട് യുവർ നോളജ്. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ നോളജ് ഇല്ല. ലോക വിഷയത്തിനെ കുറിച്ച് നോളജ് ഇല്ല.
ശരി. അന്നേരം ഞാനിപ്പോ ഇനി ഗെയിമിനെ കുറിച്ച് എനിക്ക് ABCD അറിയത്തില്ല. നമുക്ക് രണ്ടുപേർക്കും വ്യത്യസ്ത വിഷയങ്ങളിൽ അറിവുകേടും ഉണ്ടാവും. ഇപ്പൊ നിന്റെ ഇവിടുത്തെ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ നിന്റെ വ്യക്തിത്വം ഹട്ടായിട്ടുണ്ടോ, അതിന് നീ എന്നെ വിളിക്കുമ്പോൾ പറയണം. അഖിലേ അല്ലെങ്കിൽ അഖിലേട്ടാ, നിനക്ക് എന്താ എന്നെ വിളിക്കണം, നീ എന്നെ വിളിക്കുക. പക്ഷെ എടാ പോടാന്ന് വിളിച്ചിട്ട് മോശം സംസാരിക്കാൻ പാടില്ലായിരുന്നു. എടാ പോടാന്ന് വിളിക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നേ. ഞാൻ ആദ്യം സംസാരിച്ചത് എന്താകിലേ, ഞാൻ ആദ്യം എന്താ വിളിച്ചത്? ഞാൻ ആദ്യം അഖിലേട്ടാന്നല്ലേ വിളിച്ചത്. അല്ല, ഞാൻ ചോദിച്ചു അഖിലേട്ടാ ഇങ്ങനെ ഒരു ആരോപണം നിങ്ങൾ പറഞ്ഞു, ഇതിനെന്ത് തെളിവാ ഉള്ളത് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ തിരിച്ച് വാപ്പാക്കും അതും ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ അത് ഞാൻ എടാ പോടാ സംസാരിച്ചത്. ഞാനത് ചൂടാവാനുള്ള കാരണം എന്നോട് ഇന്നലെ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അതെ അതെ, ഞാൻ സ്നേഹത്തോടു കൂടിയാണ് ഇത്രയും കാലം സംസാരിച്ചത്. ഇന്ന് എന്നെ കുറിച്ച് കളവ് പറഞ്ഞപ്പോ അത് എനിക്ക് പൊട്ടിയത്. തുപ്പി ഇത് ഞാൻ പറയുന്നത് എനിക്കൊരിക്കലും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ട് നിനക്കെതിരെ ഇപ്പോഴൊന്നുമല്ല, മുമ്പ്. അതുകൊണ്ടാണ് പണ്ട് നീ എന്നെ വിളിച്ച സമയത്ത് ഞാൻ വളരെ സ്നേഹത്തോടെ നിന്നോട് സംസാരിച്ചത്. അത് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഒമാനിൽ നിൽക്കുമ്പോഴാണ് നീ എന്നെ വിളിക്കുന്നത്. ഇന്റർനാഷണൽ സമയത്തും ഞാൻ നിന്റെ റോമിംഗ് കോളാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ നീ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഞാൻ നമ്പർ തന്നു, സ്പോട്ടിൽ നീ വിളിച്ചോളാം. ഞാൻ നിന്റെ പേര് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് നീ പറഞ്ഞ എന്റെ പേരറിയാവോ എന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടായിരിക്കുന്നത് അത് ഇഷ്ടമുണ്ടായത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം, അപ്പൊ ഞാൻ ഇന്ന് സംസാരിച്ച മെയിൻ വിഷയം അനുമോൾ വോട്ട് പിടിക്കുകയോ അനീഷിനെ തള്ളിപ്പറയുകയോ ഒന്നും ആയിരുന്നില്ല എന്റെ ഉദ്ദേശം. ഇവിടെ എല്ലാവർക്കും PR ഉണ്ട്, എല്ലാവർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട്. അവിടെ അനുമോളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല. അനീഷിന് വേണ്ടിയിട്ടും മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്. കാരണം ഇന്ന് തൊപ്പി ഇങ്ങനെ സംസാരിച്ചു. ആ കൂട്ടത്തിൽ ഇന്നലകളിൽ നീ അതായത് ജിൻഡോയ്ക്ക് വേണ്ടി നീ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് വിനു പറഞ്ഞു നീ ജിൻഡോയ്ക്ക്. അപ്പൊ അങ്ങനെ പറയണ്ടേ അഖിലേട്ടാ, ആ വീഡിയോയിൽ പറയണ്ടേ ജിൻഡോന്റെ PR-ലുള്ള ഒരാൾ പറഞ്ഞു തൊപ്പി അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ഇതിന്റെ തെളിവൊന്നും എന്റെ കയ്യിലില്ല. അങ്ങനെ പറയണായിരുന്നു, അത് തിരുത്തി പറയണായിരുന്നു. അല്ലാണ്ട് ഇല്ല, ഇത് നമുക്ക് ക്ലാരിറ്റി ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. ഇപ്പൊ നീ വന്നിട്ട് ലൈവിൽ പറയുക ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ല ചെയ്തത്. എനിക്ക് ജിൻഡോയെ വ്യക്തിപരമായിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ അഖിൽമാരാറിന്റെ വ്യൂവേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു സാധനം വാർത്ത പരന്നു, തൊപ്പി പൈസ വാങ്ങി എന്നുള്ളത്. ആണോ? ഞാൻ നീ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ബഹളം ഒന്നും വെക്കാതെ തന്നെ ഞാൻ കേട്ടൊരു കാര്യം സത്യമല്ല എന്ന് എന്റെ അടുത്ത് നീ ജെന്യൂനായിട്ട് പറഞ്ഞാൽ ഞാൻ തന്നെ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ജെന്യൂനായിട്ട് പറയുന്നത് അഖിലേട്ടാ. ഞാൻ ഈ പറയുന്നത് അല്ലല്ല, ഇത് കേട്ടോ, ഞാൻ ഈ പറയുന്നത് കളവാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ. ബിഗ് ബോസ് ₹1 എന്റെ ഉമ്മ സത്യം പടച്ചോനാണ്. ₹1 പോലും ഞാൻ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റിൽ നിന്നും ഇതുവരെ എന്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങുമില്ല. ഓക്കെ, ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല. അല്ല, 100% എനിക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. കാരണം ഇപ്പം നീ ഇതിനകത്ത് പൈസ വാങ്ങാതെയാണ് നീ പറഞ്ഞതെന്നുണ്ടെങ്കിൽ വിനുവാണ് എന്റെ അടുത്ത് പറഞ്ഞത്. വിനുവിന്റെ നമ്പർ എന്റെ കയ്യിൽ ഇല്ലാണ്ട് ഇപ്പൊ, ഇല്ലെങ്കിൽ ഞാൻ വിനുവിന്റെ നമ്പർ ഉണ്ടോ? വിനുവിന്റെ നമ്പർ ഉണ്ട്, ഞാൻ ഒന്ന് ആഡ് ചെയ്തേ, ഒന്ന് കോളിൽ ആഡ് ചെയ്യേ. അല്ല, അയാൾ അത് പറയുന്നത് എനിക്കൊന്ന് കേൾക്കണം. ഇത് ലൈവിൽ കൊണ്ട് കിടന്ന് ബഹളം വെക്കണ്ട. ഇതുപോലെ ഒറ്റ വോയിസ് റെക്കോർഡ് നീ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഒരു വോയിസ് വാട്സപ്പിൽ അയച്ചിട്ടാൻ പറഞ്ഞാൽ. അല്ലല്ല, ഇത് സ്റ്റിൽ വിനു എന്ന് പറഞ്ഞ ആള്, ഈ വിനു എന്ന് പറഞ്ഞ ആള് അങ്ങനെ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ. അതാ ഞാൻ ഇപ്പോഴും തിരിച്ച് നിന്നോട് പറഞ്ഞത്. നിനക്ക് വ്യക്തിപരമായിട്ട് വിഷമം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ പൈസ മേടിച്ചെന്നാ ലൈവിൽ പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇന്നലകളിൽ നീ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നാ ഞാൻ പറഞ്ഞത്. പണം വാങ്ങിയെന്ന് ഞാൻ അതിൽ പറഞ്ഞു, വ്യക്തിപരമായിട്ടുള്ള അറിവുണ്ട്, തൊപ്പി അതിൽ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. അല്ല, പൈസ പറഞ്ഞു എന്റെ വ്യക്തിപരമായ അറിവ് തൊപ്പി പൈസ വാങ്ങി, അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സ് എന്താന്ന് വെച്ചാൽ വിനു ആണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സ് ആരാണ് ഈ വിനു? വിനു എന്ന് പറയുന്ന വ്യക്തിയല്ല. വിനു എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞത്. വിനു എന്ന് പറയുന്ന ജിൻഡോയ്ക്ക് PR ചെയ്ത ഒരാള് നിന്നെ കൊണ്ടത് പറയും. വിനുവിനെ എനിക്കറിയാം. വിനുവിനെ ആദ്യമായിട്ട് ഞാൻ വിനുവിനോട് സംസാരിക്കുന്നത് ജിൻഡോ ആയിട്ട് എന്റെ ലൈവിലേക്ക് വരുമ്പോഴാണ്. അതായത് ജിൻഡോനെ ഞാൻ ജയിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വരുമ്പോഴാണ് ഈ വിനുവിനെ ഞാൻ കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പൊ ഞാനിത് പറഞ്ഞത് അവനടുത്ത് തന്നെ പറഞ്ഞ എന്റെ ക്ലാരിറ്റി വരുത്താം. ഞാനിപ്പോ അവനെ വിളിച്ച് സംസാരിക്കാം. ഞാൻ നിന്റെ നമ്പർ അയച്ചു തരാം. നീ അവനെ ഡയറക്റ്റ് വിളിച്ചു. ഒന്ന് ഇപ്പൊ തന്നെ അയക്കല്ല, ഈ കോളിൽ തന്നെ അയക്ക്. ഞാൻ അയച്ചു. ഞാനിപ്പോ നിനക്ക് ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ഇപ്പൊ തന്നെ. അതായത് അഖിൽമാരാർ പറയുന്നത് വിനു എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ജിൻഡോന്റെ PR-ന് വേണ്ടി ആ സമയത്ത് വർക്ക് ചെയ്ത് വിനു എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്നാണ് പറയുന്നത്. അത് എനിക്ക് തെളിയിക്കണം. അല്ല, ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്, ഇയാളെ തെളിവുണ്ടാവുമല്ലോ അല്ലെ? ആ സമയത്ത് നമുക്ക് നോക്കാം. പിന്നെ ആ ടൈമുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അച്ചായനും ജിൻഡുമായിട്ട് അത്രയും ആത്മബന്ധമാണ്, മനസ്സിലായി? അവർ അത്രയും ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞുകൊണ്ട് അച്ചായൻ എന്നെ അത്രയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ജിൻഡോക്ക് വേണ്ടിട്ട് വോട്ട് ചോദിക്കുന്നത്, മനസ്സിലാവും? ജിൻഡോനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ആ സമയത്ത്. അച്ചായൻ പറഞ്ഞാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. അതിൽ നിന്ന് 10 പൈസ